പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒലിവുമലയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ദേവാലയത്തിന് മുൻപിലാണ്. നമ്മൾ ഒലിവുമലയിലെ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദേവാലയത്തിനകത്ത് നമ്മൾ കാണുന്നത് പണിയപ്പെട്ട ദേവാലയത്തിൻ്റെ റിമെയിൻസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയും ഈ പരിസരം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. പാർസികളാണ് നശിപ്പിച്ചത് എന്ന് പറയുന്നു. എന്നാൽ ഒരു ദേവാലയം മാത്രം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം സലാഹുദ്ദീൻ എന്നു പേരുള്ള പാർസി എംപറർ ഈ ദേവാലയം നിലനിർത്താനുള്ള ഒരു പ്രത്യേക കാരണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ അസെൻഷൻ, ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗാരോഹണം ചെയ്തത് ഈ ദേവാലയത്തിൽ വെച്ചാണ്, ഈ സ്ഥലത്ത് വെച്ചാണ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ ദേവാലയത്തിനകത്ത് കർത്താവ് ഉത്ഥാനം ചെയ്തു എന്ന് പറയപ്പെടുന്ന, അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയപ്പെടുന്ന പാറ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ പാറയിൽ അന്നുകൊണ്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് എന്നും, അതുകൊണ്ട് ഈ ദേവാലയത്തിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല എന്നും, പിന്നീട് അത് മുഹമ്മദീയരായാണ് ആ മേൽക്കൂര പണിതത് എന്നുമാണ് പറയപ്പെടുന്നത്. ഈ ദേവാലയത്തിന്റെ പ്രത്യേകത കർത്താവ് സ്വർഗാരോഹണം ചെയ്ത പാറ ഇവിടെയുണ്ട് എന്നതുകൊണ്ടും സ്വർഗാരോഹണ മല എന്നും മൗണ്ട് ഓഫ് ഓലിവ്സ് വിളിക്കപ്പെടുന്നുണ്ട്.